ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫ്യൂച്ചർ ക്രിയേറ്റർ. ഞാൻ ഇന്നലെ എടുക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഇറ്റ്സ് ഓൾസോ റിട്ടൺ ബൈ ലിയോമോ ഫ്ലഹട്ടി. ഹി വാസ് എൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. His first flight relates the importance of independence and self-confidence. Then the writer conveys the importance of self-esteem and self-reliance. The story main character യങ് സീഗിളാണ്. ദെൻ ഇതേപോലെ ഇതിൽ യങ് സീഗിൾ, ബ്രദർ, സിസ്റ്റർ, മദർ, ഫാദർ, അങ്ങനെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളത്. ഇത് നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. The young seagull was alone on his sledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. യങ് സീഗിൾ ആ ലെഡ്ജിൻ്റെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവൻ്റെ 2 ബ്രദറും സിസ്റ്ററും തലേ ദിവസം തന്നെ പറന്നിരുന്നു. എന്നാൽ അവൻ അവരോടൊപ്പം പറക്കാൻ ഭയന്നിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എങ്ങനെയൊക്കെയോ അവൻ ചെറുതായി മുന്നോട്ട് വന്ന് ചിറകുകൾ അടിക്കാൻ ശ്രമിച്ചു. The great expanse of sea stretched down beneath, and it was such a long way down, miles down. കടലിൻ്റെ വലിയ വിസ്താരം താഴെ നീണ്ടുകിടക്കുന്നു. അത് മൈലുകൾ താഴേക്ക് വളരെ ദൂരെയായിരുന്നു. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. തൻ്റെ ചിറകുകൾ തന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ അവൻ തല കുനിച്ച് രാത്രി ഉറങ്ങുന്ന ലെഡ്ജിൻ്റെ താഴെയുള്ള ചെറിയ കുഴിയിലേക്ക് തന്നെ തിരിച്ചുപോയി. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. സീഗിളിൻ്റെ ബ്രദറും സിസ്റ്ററും അവനേക്കാൾ ചെറിയ ചിറകുകളായിരുന്നു. എന്നിരുന്നാലും അവർ ചിറകടിച്ച് പോയി. സീഗിൾ ധൈര്യം സംഭരിച്ച് പറക്കാൻ ശ്രമിച്ചു. His father and mother had come around, calling to him surely, scolding him, threatening to let him starve on his ledge unless he flew away, but for the life of him he could not move. അവൻ്റെ അച്ഛനും അമ്മയും അവന് ചുറ്റും വന്ന് അവനെ പരിഹാസത്തോടെ വിളിച്ചു. അവൻ പറന്നില്ലെങ്കിലും ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് അവനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ സ്വന്തം ജീവന് വേണ്ടി പോലും അവൻ അനങ്ങാൻ സാധിച്ചില്ല. That was 24 hours ago. Since then nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. 24 മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അത്. അതിനുശേഷം ആരും അവൻ്റെ അടുത്ത് വന്നില്ല. ഇന്നലെയും ഈ ദിവസം മുഴുവനും അവൻ അവൻ്റെ പേരൻസിൻ്റെ പിന്തുണയോടെ സിബ്ലിങ്സ് പറക്കുന്നത് നിരീക്ഷിച്ചു. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. അവൻ്റെ സഹോദരൻ അവൻ്റെ ആദ്യത്തെ ഹെയറിങ്, അതായത് മത്തി പിടിച്ച് വിഴുങ്ങുന്നത് കണ്ടു. ഒരു പാറമേ നിൽക്കുമ്പോൾ അവൻ്റെ പേരൻസ് പ്രൗഡ്ലി, അതായത് അഭിമാനത്തോടെ ബ്രദറിന് ചുറ്റും വട്ടമിട്ട് പറന്ന്. All the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. എന്നാൽ ഈ സിബ്ലിങ്സിൻ്റെ പേരൻസ് എന്നും രാവിലെ തന്നെ എതിർവശത്തെ പാറക്കെട്ടിൻ്റെ താഴത്തുള്ളൊരു വലിയ പീഠഭൂമിയിൽ അവിടെ നിന്ന് ഭീരത്വത്തോടെ നിൽക്കുന്ന ഈ സീഗിളിനെ നോക്കിയിട്ട് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നു. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. അവന് ചൂട് കൂടുതലായിട്ട് തോന്നി, കാരണം തലേ ദിവസം നൈറ്റ് മുതൽ അവൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. Then he found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെ അവൻ തെരഞ്ഞു ഒരു അയല കഷ്ണം മാത്രമാണ് കിട്ടിയത്. വേറെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. Now there was not a single scrap of food left. He had searched every inch, rooting among the rough earth, cracked straw nest where he and his brothers and sister had been hatched. അങ്ങനെ ആ ലെഡ്ജിൻ്റെ എല്ലാ സ്ഥലവും നോക്കിയിട്ട് അവർ വിരിഞ്ഞിറങ്ങിയ സ്ഥലം വരെ എത്തി. അങ്ങനെ ഒരു എഗ്ഷെല്ല് വരെയും അവൻ കഴിക്കാൻ നോക്കി. He even gnawed at the dried piece of eggshell. It was like eating a part of himself.
അവന് അവൻ്റെ ഒരു ഭാഗം കഴിക്കുന്ന പോലെയാണ് ഇത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അതുപോലും അവന് കഴിക്കാൻ പറ്റിയില്ല. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വട്ടം നടന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും പേരൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ നോക്കി. പക്ഷേ പറക്കാതെ എങ്ങനെ എത്താൻ പറ്റുമെന്നാണ് അവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep, wide crack. പക്ഷേ അവൻ്റെ രണ്ട് സൈഡിലും ഒരു ചെങ്കുത്തായ ചെരിവായിരുന്നു. ആ ഒരു ചെങ്കുത്തായ ചെരുവിൻ്റെ അവിടെയാണ് അവസാനിച്ചത്. അതും ഒരു വിശാലമായ കടലും. അവൻ്റെയും പേരൻസിൻ്റെയും ഇടയിൽ എന്തായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ചെങ്കുത്തായ വിടവായിരുന്നു ഉണ്ടായിരുന്നത്. Surely he could reach them without flying if he could only move northwards along the cliff face, but then on what could he walk? There was no ledge and he was not a fly. അങ്ങനെ അവന് പറക്കാതെ എങ്ങനെ അവിടെ എത്താൻ പറ്റും? പറന്ന് അവൻ അവിടെ എത്താനും പറ്റില്ല. പക്ഷെ അവിടെ ഒരു ലെഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല. The sun was now ascending the sky, placing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. അവന് ചൂട് കൂടുതലായിട്ട് തോന്നി. കാരണം തലേ ദിവസം നൈറ്റ് മുതൽ അവൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. Then he found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെ അവൻ തെരഞ്ഞു ഒരു അയല കഷ്ണം മാത്രമാണ് കിട്ടിയത്. വേറെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. Now there was not a single scrap of food left. He had searched every inch, rooting among the rough earth-caked straw nest where he and his brothers and sister had been hatched. അങ്ങനെ ആ ലെഡ്ജിൻ്റെ എല്ലാ സ്ഥലവും നോക്കിയിട്ട് അവർ വിരിഞ്ഞിറങ്ങിയ സ്ഥലം വരെ എത്തി. അങ്ങനെ ഒരു എഗ്ഷെല്ല് വരെയും അവൻ കഴിക്കാൻ നോക്കി. He even gnawed at the dried piece of eggshell. It was like eating a part of himself. അവന് അവൻ്റെ ഒരു ഭാഗം കഴിക്കുന്ന പോലെയാണ് ഇത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അതുപോലും അവന് കഴിക്കാൻ പറ്റിയില്ല. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വട്ടം നടന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും പേരൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ നോക്കി. പക്ഷേ പറക്കാതെ എങ്ങനെ എത്താൻ പറ്റുമെന്നാണ് അവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep, wide crack. പക്ഷേ അവൻ്റെ രണ്ട് സൈഡിലും ഒരു ചെങ്കുത്തായ ചെരുവായിരുന്നു. ആ ഒരു ചെങ്കുത്തായ ചെരുവിൻ്റെ അവിടെയാണ് അവസാനിച്ചത്. അതും ഒരു വിശാലമായ കടലും. അവൻ്റെയും പേരൻസിൻ്റെയും ഇടയിൽ എന്തായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ചെങ്കുത്തായ വിടവായിരുന്നു ഉണ്ടായിരുന്നത്. Surely he could reach them without flying if he could only move northwards along the cliff face, but then on what could he walk? There was no ledge and he was not a fly. അങ്ങനെ അവന് പറക്കാതെ എങ്ങനെ അവിടെ എത്താൻ പറ്റും? പറന്ന് അവൻ അവിടെ എത്താനും പറ്റില്ല. പക്ഷെ അവിടെ ഒരു ലെഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല. And above him he could see nothing. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. അവൻ പറക്കാതെ എങ്ങനെ പോകാമെന്ന് നോക്കി. ഒരു ലെഡ്ജ് ഇല്ല. അതുപോലെ അവന് പറന്നു പോകാനും പറ്റില്ല. ഒരു ചെങ്കുത്തായ പാറ അതിൻ്റെ അടുത്തുള്ള വിശാലമായ കടലിനേക്കാളും എത്രയോ ദൂരെയായിരുന്നു. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അങ്ങനെ അവൻ മെല്ലെ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് നടന്നു തുടങ്ങി. ഒരു കാല് മെല്ലെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് നിൽക്കാൻ തുടങ്ങി. ഒരു കണ്ണ് അടച്ച് എന്നിട്ട് പിന്നീട് രണ്ട് കണ്ണും അടച്ചിട്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. Still they took no notice of him. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പേരൻസ് അതൊന്നും മൈൻഡ് ചെയ്യണില്ല എന്നാണ് പറയണത്. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. അവൻ അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ സിബ്ലിങ്സ് ആയിട്ടുള്ള ബ്രദറും സിസ്റ്ററും ഒക്കെ ഒരു സമതലത്തിൽ കിടന്ന് വിശ്രമിക്കുന്നത് കാണുകയാണ്. അതും അവരുടെ കഴുത്തിനുള്ളിലേക്ക് തല താഴ്ത്തി വെച്ചുകൊണ്ട്. His father was preening the feathers on his white back. Only his mother was looking at him.
ഫാദർ എന്താ ചെയ്യുന്നത്? ഫാദറിൻ്റെ തൂവലുകളൊക്കെ ക്ലീൻ ചെയ്യാണ്. മദർ മാത്രമാണ് ഇപ്പോൾ ഈ യങ്സേജലിനെ മൈൻഡ് ചെയ്യണത്. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അങ്ങനെ പേരൻസ് എങ്ങനെയെങ്കിലും അവനെ പറക്കാൻ പഠിപ്പിക്കണം എന്നായിരുന്നു മദർ. കുറച്ച് ഉയർന്നുകൊണ്ട് ഒരു മീനിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കൊത്തിക്കീറാൻ തുടങ്ങി. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. അത് അവനെ കാണുമ്പോൾ ഒരു ഭ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു. കാരണം അവൻ എങ്ങനെയാണോ ഒരു പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കുക, അതുപോലെ അവൻ്റെ മദറും ആ കൊക്കൊക്കെ ആ പാറയമ വെച്ചിട്ട് മൂർച്ചയൊക്കെ കൂട്ടിയിട്ട് അവൻ എത്രത്തോളം എന്താ പറയുക, ആ അതിലേക്ക് ഒരു ഭ്രാന്തിനെ പോലെ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി ടെൻഡൻസി ഉണ്ടാക്കുക, അതേപോലെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. Ga, 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 he cried, begging her to bring him over some food. She screamed back mockingly. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് കുറേ ദയനീയമായിട്ടുള്ള രീതിയിൽ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ മദർ ആണെങ്കിലോ തിരിച്ച് അതേപോലെ ഓപ്പോസിറ്റായിട്ട് കുറേ സൗണ്ടുകൾ ഉണ്ടാക്കുകയാണ്. But he kept calling plaintively, and after a minute or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. അങ്ങനെ ലാസ്റ്റ് മദർ അവൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പീസ് ഫിഷായിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. അത് കണ്ടതും അവന് ഭയങ്കര സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അങ്ങനെ മദർ വന്നിട്ട് അവൻ്റെ അടുത്ത് വന്ന് നിന്നു. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അങ്ങനെ ആ ഫുഡ് വാങ്ങിക്കാനുള്ള ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ മദർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ ആലോചിക്കുക, മദർ എന്താ ഫിഷായിട്ട് അതുവരെ വന്നിട്ട് അവൻ്റെ അടുത്തേക്ക് എന്താ വരാത്തതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. With a loud scream, she fell outwards and downwards into space. അങ്ങനെ മദർ അവൻ്റെ അടുത്ത് നിന്ന് മുകളിലേക്ക് പോയി. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ മദറിൻ്റെ ചിറകടിക്കുന്ന സൗണ്ട് കുറച്ച് ദൂരം വരെ അവന് കേൾക്കാമായിരുന്നു. മദർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ നിന്ന് പാരി കളിക്കുകയായിരുന്നു. His mother had swooped upwards. As she passed beneath her, he heard the swish of her wings. Then a monstrous terror seized him, and his heart stood still. He could hear nothing, but it only lasted a moment. The next moment she felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tip of his wings cutting through the air. അങ്ങനെ ദ നെക്സ്റ്റ് മൊമെൻ്റ് അവൻ്റെ ചിറകുകൾ പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നി. കാറ്റ് അവൻ്റെ നെഞ്ചിലൂടെ എല്ലാ തൂവലുകളിലൊക്കെ മറികടക്കുന്നതായിട്ടും അവൻ്റെ ചിറകുകൾ അന്തരീക്ഷത്തെ മുറിച്ചു പോകുന്നതായിട്ടൊക്കെ അവന് തോന്നി. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once, soared upwards. അവൻ തല കുത്തി വീഴുമെന്നായിരുന്നില്ല ചെയ്തിരുന്നത്, മുകളിലേക്കും താഴേക്കുമായിട്ട് പറന്നുയരാൻ തുടങ്ങി. അന്ന് ആദ്യമൊക്കെ തല കറങ്ങിയെങ്കിലും പിന്നീട് അതൊക്കെ ശരിയായിട്ട് അവൻ എന്തെന്നാ പറയുന്നത്, സുഖമായിട്ട് പറക്കുകയാണ്. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga, 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 gol, all, ha. His mother swooped past him. സന്തോഷത്തോടെ പലതരത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അവൻ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. അവൻ്റെ മദർ അവൻ്റെ അടുത്തേക്ക് വന്നു. Her wings making a loud noise, he answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and sister flying around him, soaring and diving.
ചിറകുകൾ കൊണ്ട് പലതരത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഫാദറും സന്തോഷത്തോടെ വന്നു. അവനെ തീരെ മൈൻഡ് ചെയ്യാത്ത അവൻ്റെ സിബ്ലിങ്സ് ആയിട്ടുള്ള 2 ബ്രദറും സിസ്റ്ററും വരെ അവൻ്റെ അടുത്തേക്ക് വന്നു. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking cheerily. ആ യങ് സീഗളിന് പറക്കാൻ കഴിയില്ലായിരുന്നു എന്ന കാര്യം പോലും He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him, with little ridges moving over it. He turned his beak sideways and crowed amusedly. ഇപ്പോൾ അവൻ കടലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. വിശാലമായ ഒരു സീ അവൻ കണ്ടു. അതിൻ്റെ തൊട്ട് മുകളിലായിരുന്നു അവൻ. His parents and his brothers and sister had landed on his green floor in front of him. They were beckoning to him, calling surely. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again. അങ്ങനെ അവൻ്റെ പേരൻസും സിബ്ലിങ്സും ഒക്കെ അവനെ വിളിച്ചു. അവൻ എന്താ ചെയ്യുന്നത്? ആ വെള്ളത്തിലെ കാലുകളൊക്കെ മുക്കി. പക്ഷെ പേടി കാരണം അവൻ പിന്നെ മോളിക്ക് പറക്കാൻ ശ്രമിച്ചു. Flapping his wings, but he was tired and weak with hunger and he could not rise, exhausted by the strange exercise. തലേ ദിവസം ഒന്നും കഴിക്കാത്തത് കാരണവും പിന്നെ ടെൻഷൻ കാരണം പേടി കാരണവും ഒക്കെ തന്നെയാണ് അവന് അധിക ദൂരമൊന്നും പറക്കാൻ പറ്റിയില്ല. His feet sank into the green sea and then his belly touched it and he sank no farther. He was floating on it. അങ്ങനെ ആ ഗ്രീൻ സീയിൽ അവൻ അറിയാതെ തന്നെ കാലുകളും നെഞ്ചുകളും എല്ലാം മുങ്ങി. പക്ഷെ അവൻ മുങ്ങിപ്പോകുന്നു ആയിരുന്നില്ല, അതിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. And around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. He had made his first flight. അവൻ്റെ കൂടെ അവൻ്റെ പേരൻസും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഡോഗ് ഫിഷ് ഉണ്ടായിരുന്നു. ഡോഗ് ഫിഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്രാവിൻ്റെ കഷ്ണമാണ്. അങ്ങനെ എന്താ പറയുന്നത്, യങ് സീഗിൾ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവിടെ പറന്നു. ഈ ചാനൽ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.